മുൻഗാമികൾ പിൻതലമുറയോട് പറയും, ഞങ്ങളെക്കാൾ ഒരു ഗുണവും നിങ്ങൾക്കില്ല, അതിനാൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഫലമായി നിങ്ങളും ശിക്ഷ ആസ്വദിക്കുക. തീർച്ചയായും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ തള്ളിപ്പറയുകയും അവയ്ക്ക് നേരെ അഹങ്കാരം കാണിക്കുകയും ചെയ്യുന്നവരാരോ അവർക്ക് ആകാശത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയില്ല. സൂചിക്കുഴിയിലൂടെ ഒട്ടകം കടക്കുന്നതുവരെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയുമില്ല. അപ്രകാരം നാം പാപികൾക്ക് പ്രതിഫലം നൽകുന്നു. അവർക്ക് നരകാഗ്നിയാലുള്ള മെത്തയും മുകളിൽ അഗ്നിയുടെ പുതപ്പുമുണ്ട്. അപ്രകാരം നാം അക്രമികൾക്ക് പ്രതിഫലം നൽകുന്നു. സത്യവിശ്വാസം സ്വീകരിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചവരാരോ ഒരു വ്യക്തിയെയും തനിക്ക് സാധിക്കുന്നതല്ലാതെ നാം നിർബന്ധിക്കുകയില്ല. അവരാണ് സ്വർഗാവകാശികൾ, അവരതിൽ സ്ഥിരതാമസക്കാരാകുന്നു. അവരുടെ മനസ്സിലുള്ള പക നാം നീക്കിയിരിക്കുന്നു. അവരുടെ താഴ്ഭാഗങ്ങളിൽ കൂടി നദികൾ ഒഴുകുന്നു. അവർ പറയും, ഇതിലേക്ക് ഞങ്ങൾക്ക് വഴി കാണിച്ചു തന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയും. അവൻ ഞങ്ങൾക്ക് വഴി കാണിച്ചു തന്നില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഒരിക്കലും സന്മാർഗം പ്രാപിക്കുമായിരുന്നില്ല. ഞങ്ങളുടെ റബ്ബിൻ്റെ ദൂതന്മാർ സത്യമായി തന്നെയാണ് വന്നിട്ടുള്ളത്. അവരോട് വിളിച്ചു പറയും, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായി ഈ സ്വർഗം നിങ്ങൾക്ക് അനന്തരാവകാശമായി നൽകപ്പെട്ടിരിക്കുന്നു. സ്വർഗവാസികൾ നരകവാസികളെ വിളിച്ചു ചോദിക്കും, ഞങ്ങളുടെ റബ്ബ് വാഗ്ദാനം ചെയ്തത് വാസ്തവത്തിൽ ഞങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്തു. നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് വാസ്തവത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? അവർ പറയും, അതെ. ഉടൻ അവർക്കിടയിൽ നിന്ന് ഒരാൾ ഒരു മലക്ക് വിളിച്ചു പറയും, ആ അക്രമികൾക്ക് അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടായിരിക്കട്ടെ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും വളഞ്ഞ വഴി അന്വേഷിക്കുകയും ചെയ്യുന്നവരാണവർ. പരലോക ജീവിതത്തെ നിഷേധിക്കുന്നവരായിക്കൊണ്ടാണ് അവരത് ചെയ്യുന്നത്. സ്വർഗാവകാശികൾക്കും നരകാവകാശികൾക്കുമിടയിൽ ഒരു മതിലുണ്ട്. ആ മതിലിന് മുകളിൽ അറാഫിൽ ചിലരുണ്ടാകും. അടയാളങ്ങൾ വഴി അവർക്ക് സ്വർഗക്കാരെയും നരകക്കാരെയും തിരിച്ചറിയാം. സ്വർഗാവകാശികളെ വിളിച്ച് നിങ്ങൾക്ക് സമാധാനം എന്നാശംസിക്കും. അവർ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ല, അവരതിന് അതിയായി ആഗ്രഹിക്കുന്നുണ്ട് താനും. അവരുടെ ദൃഷ്ടികൾ നരകീയർക്കു നേരെ തിരിക്കപ്പെട്ടാൽ അവർ അഭയം തേടിക്കൊണ്ട് പറയും, ഞങ്ങളുടെ നാഥ, അക്രമികളായ ജനതയുടെ കൂടെ ഞങ്ങളെ നീ ആക്കരുതേ. അറാഫിലുള്ളവർ തങ്ങൾ അടയാളങ്ങൾ വഴി തിരിച്ചറിഞ്ഞ നരകാവകാശികളായ ചിലരെ വിളിച്ചു ചോദിക്കും, നിങ്ങളുടെ സംഘടിക്കലും നിങ്ങളുടെ അഹങ്കാരവും കൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനമുണ്ടായി? അള്ളാഹു അനുഗ്രഹിക്കുകയില്ലെന്ന് നിങ്ങൾ ആണയിട്ട് പറഞ്ഞിരുന്നത് ഈ സ്വർഗക്കാരെ സംബന്ധിച്ചായിരുന്നോ? നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുക, നിങ്ങൾക്ക് ഒട്ടും ഭയപ്പെടാനില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതുമില്ല എന്നാണ് ഇവരോട് പറയപ്പെട്ടിരിക്കുന്നത്. നരകാവകാശികൾ സ്വർഗക്കാരെ വിളിച്ചഭ്യർത്ഥിക്കും, ഞങ്ങൾക്ക് അല്പം വെള്ളം ചൊരിഞ്ഞു തരൂ, അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ആഹാരത്തിൽ നിന്ന് വല്ലതും. അവർ പ്രതികരിക്കും, തീർച്ചയായും അവ രണ്ടും അവിശ്വാസികൾക്ക് അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. സ്വന്തം മതത്തെ കളിയും വിനോദവുമാക്കിയവരാണവർ. ഐഹിക ജീവിതം അവരെ പ്രലോഭിപ്പിച്ച് വഞ്ചിച്ചു. അതിനാൽ ഇന്ന് നാം അവരെ വിസ്മരിച്ചു. ഈ ദിനത്തെ പ്രതിഫല നാടിനെ അഭിമുഖീകരിക്കുന്ന കാര്യം അവർ വിസ്മരിച്ചിരുന്നല്ലോ. അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിക്കുകയും ചെയ്തിരുന്നു. വിശ്വസിക്കുന്ന ജനതയ്ക്ക് അനുഗ്രഹവും മാർഗദർശനവുമായി യാഥാർത്ഥ്യ ബോധത്തോടെ നാം വിശദീകരിച്ച ഒരു ഗ്രന്ഥം അവർക്ക് നാം നൽകുക തന്നെ ചെയ്തിരിക്കുന്നു. അതിൻ്റെ അന്തിമ ഫലമല്ലാതെ മറ്റെന്തെങ്കിലും അവർ പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് പുലരുന്ന ദിവസം നേരത്തെ അത് വിസ്മരിച്ചിരുന്നവർ പറയും, ഞങ്ങളുടെ റബ്ബിൻ്റെ ദൂതന്മാർ സത്യസന്ദേശവുമായി തന്നെയാണ് വന്നിരുന്നത്. ഇനി ഞങ്ങൾക്ക് ശുപാർശ ചെയ്യാൻ വല്ല ശുപാർശകരുമുണ്ടോ? എങ്കിൽ അവർ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ ഭൗതിക ലോകത്തേക്കു ഞങ്ങളെ തിരിച്ചയക്കുമോ? എങ്കിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് ഭിന്നമായി ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യാം. അവർ തങ്ങളെ തന്നെ നഷ്ടത്തിലാക്കിയിരിക്കുന്നു. അവർ ചമച്ചുണ്ടാക്കിയ വിഗ്രഹങ്ങൾ അവരെ വിട്ടകലുകയും ചെയ്തിരിക്കുന്നു.